നവീൻ ബാബുവിന് ആരാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ആ ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? നവീൻ ബാബുവിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? അദ്ദേഹം പറഞ്ഞായിരുന്നു ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്നുള്ളതിന്റെ തെളിവ് അദ്ദേഹം അത് പറഞ്ഞാൽ പറ്റില്ല. വി പ്രഭാകരൻ പറയുന്നത് കൊലപാതകം ഞാൻ പറഞ്ഞാൽ മതിയാ? എനിക്ക് തെളിവ് തിരക്കുണ്ട്. എൻ്റെ ഒരു ചോദ്യമുണ്ട്. കോടതിക്ക് തെളിവ് വേണം. ആ തെളിവ് അപ്പോൾ എൻ്റെ ഒരു ചോദ്യമുണ്ട്. നവീൻ ബാബു സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ, ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് 34 വർഷം സേവനം ചെയ്ത് വിരമിച്ചതാണ്. ഒരാൾ ഒരു ഉദ്യോഗസ്ഥൻ പോകുമ്പം അയാൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നവീൻ ബാബുവിന് ആരാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ആ ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? നവീൻ ബാബുവിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? അയാൾ താക്കോലിൽ നിന്ന് തൊള്ളി പിടിച്ചിട്ടാണ് അയാൾ പോയത്, വണ്ടി കയറാൻ പോയിന്. പിന്നെ ഇയാളെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഈ താക്കോല് എവിടെ നിന്ന് കിട്ടി? ആര് കൊടുത്തു? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ പത്നി ശ്രീമതി മഞ്ജുഷയ്ക്ക് ഞാൻ രജിസ്റ്റേർഡ് കത്തയച്ചു. ഭർത്താവ് കൊല ചെയ്യപ്പെട്ടത് കൺമുമ്പിലാണ്. എന്നിട്ടും ഭർത്താവിന് ഈ കൊലയാളിക്ക് സപ്പോർട്ടായിട്ട് തെളിവെടുത്ത എത്രയോ സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ, അത് കണ്ണൂർ ജില്ലയുടെ പ്രത്യേകതയാണ്. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണശേഷം ആ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള രീതിയിലുള്ള സംസാരം ഇപ്പോഴും ചർച്ചാ വിഷയമായി തന്നെ നിലനിൽക്കുകയാണ് പൊതുജന മധ്യത്തിൽ. എന്നാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. CBI വരണം എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. CBI വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മരണം ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന പല തെളിവുകളും കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ആ തെളിവുകൾ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടോ? എന്തെല്ലാമാണ് അതിൽ വരുന്ന കുറവുകൾ? എന്തൊക്കെയാണ് അവർ വിട്ടുപോയിട്ടുള്ളത്? ആരൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു? ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം വീണാമണി നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്ത് ഏറെ സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ഒരു വനിതയാണ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വിവരാവകാശ പ്രവർത്തകനും ജനകീയ പ്രതികരണ വേദി സെക്രട്ടറിയുമായിട്ടുള്ള പ്രഭാകരൻ കൂടി ക്രൈമിനൊപ്പം ചേർന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആരാണ് കൊടുത്തത്? ആ രജിസ്ട്രേഡ് കത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? അതെ, ചില സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇവർ രണ്ടുപേരും ക്രൈമിനോട്. ആ വെളിപ്പെടുത്തലിന്റെ ആദ്യ ഭാഗത്തിലേക്ക്. നമസ്കാരം പ്രഭാകരൻ സാർ. നമസ്തേ. നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഉള്ളത് പ്രമുഖ വിവരാവകാശ പ്രവർത്തകനും പ്രതികരണ വേദി അല്ലേ, ജനകീയ പ്രതികരണ വേദി എന്ന സംഘടനയുടെ സെക്രട്ടറിയുമായ പ്രഭാകരൻ ആണ്. പിന്നെ മറ്റൊന്ന് വീണാമണി. അപ്പോൾ ഇങ്ങനെ കണ്ണൂരിൽ നിന്നുള്ള രണ്ടുപേർ നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കരുതേണ്ടത് ഒന്ന് മാത്രം. അതായത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ആ മരണം ആത്മഹത്യയാണ് എന്ന് സർക്കാരും ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുമ്പോൾ അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള സംസാരിക്കുന്ന തെളിവുകളുമായിട്ടാണ് പ്രഭാകരൻ സാർ നമ്മുടെ മുന്നിലുള്ളത്. സാർ ഒന്നുകൂടി നമസ്കാരം. നമുക്ക് ഈ മരണം, നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം, അതും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ADM, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഈ പറയുന്ന സർക്കാരും പ്രോസിക്യൂഷനും ഒക്കെ പറയുന്നത് ആത്മഹത്യ എന്നാണ്. മറിച്ച് കൊലപാതകമാണ് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട്? അതായത് ജനങ്ങളിലുണ്ടാകുന്ന സംശയം അത് ദൂരീകരിക്കേണ്ട ബാധ്യത ആർക്കാണ്? ഭരണകൂടത്തിനാണ്. ഞാൻ ഭരണകൂടത്തിനെയാണ് വരുന്നത്. അത് ജനങ്ങൾക്കുണ്ടാകുന്ന സംശയമുണ്ട്. അത് നവീൻ ബാബു ആത്മഹത്യയാണോ കൊലപാതകമാണോ? അപ്പോൾ ഇത് രണ്ടും ആത്മഹത്യയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കൊലപാതകം ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ കാണാത്ത കാര്യമായതുകൊണ്ട് കൊലപാതകം ആണോ എന്നുള്ളൊരു സംശയം വളരെ ദൃഢമായിട്ട് എന്നിലുണ്ട്. ആ സംശയത്തിന് കാരണമുണ്ട്. എന്താ കാരണം? ഒന്ന്,
ഈ നവീൻ ബാബുവിനെ ഇറങ്ങേണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് ഇറങ്ങേണ്ടത്. കണ്ണൂർ ടൗൺ പ്ലാറ്റ്ഫോം 3-ലാണ് അദ്ദേഹം ഇറങ്ങേണ്ടത്. അദ്ദേഹം മുനീശ്വരൻ കോവിൽ ഇറങ്ങിയാൽ അവിടെ ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഈ സാറിന് പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാധനങ്ങളില്ലേ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സാധനങ്ങൾ ഉണ്ടാവില്ലോ, സൂട്ട് കേസ് ഉണ്ടാവില്ലോ. അപ്പോൾ അതുകൊടുത്തിട്ട് തലയിൽ വെച്ചിട്ട് ഒരു കയ്യിൽ ഒരു സൂട്ട് കേസ് ഞേറ്റിയിട്ടും മറ്റൊന്ന് തലയിലും വെച്ചിട്ടാണോ നവീൻ ബാബു അതിലൂടെ നടന്നത്? ആ മുനീശ്വരൻ കോവിലൂടെ. ആ മുനീശ്വരൻ കോവിൽ എത്ര CCTV ഉണ്ട്? അവിടെ തന്നെ 3 CCTV ഉണ്ട്. അവിടെ ഒന്ന് മാർക്കറ്റിലേക്ക് പോകുന്നിടയ്ക്കും, അതുപോലെ തന്നെ അവിടെ അഴീക്കോട് ഭാഗത്തേക്ക് പോകുന്ന അവിടെയും CCTV ഉണ്ട്. ഇങ്ങേ ഭാഗത്ത് CCTV ഉണ്ട്. 3 CCTV അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ CCTV പരിശോധിച്ചാൽ മനസ്സിലാകും നവീൻ ബാബു ലഗേജ് തലയിൽ വെച്ചിട്ടാണ് നടന്നു പോയത്. ഇയാൾ അവിടെ ഇറക്കിയിട്ട് ഈ ഡ്രൈവർ തിരിച്ചു പോയി എന്ന് പറയുന്നു. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഡ്രൈവർ അവിടെ ഇറക്കിയിട്ട് അദ്ദേഹത്തിന് പോകേണ്ടത് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ട്രെയിനാണ് പോകേണ്ടത്. അപ്പോൾ ട്രെയിന് പോകേണ്ട ആൾ ഈ ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ അവിടെ ഇറക്കി ഇദ്ദേഹം ഈ ഡ്രൈവർ തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ തിരിച്ചു പോയാൽ അയാൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? തൻ്റെ ബോസാണ്, ADM ആണ്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ട്രെയിനിൽ കയറുന്നവരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ഡ്രൈവർക്കില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ഇളക്കിയിട്ട് പോലെ അല്ല, അതിന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വരുമെന്നും അദ്ദേഹത്തിന് ഡ്രൈവറോട് സുഹൃത്ത് പറഞ്ഞാൽ സുഹൃത്തിൻ്റെ കൂടെ ഇയാൾ കൊണ്ട് ഇയാൾ അവിടെ നിന്നിട്ട് സാർ ഞാനിവിടെ അവിടെ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ, ആ സ്ഥലത്ത് അയാളെ പൊക്കോളം പറഞ്ഞെന്നാ പറയുന്നത് എന്ന് പറഞ്ഞു എന്ന് ഡ്രൈവറാ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു ഡ്രൈവർക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ഉണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഈ ഡ്രൈവർക്ക് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഒന്ന് അവിടെ CCTV അവിടെ വേറെയുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോയ അവിടെയും CCTV ഉണ്ട്. ഇദ്ദേഹം ഒരു കിംവദന്തി കേട്ടത് ട്രെയിനിൽ കയറിയെന്നും കോഴിക്കോട് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞ സംസാര വിഷയമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, TT ഉണ്ട്, ട്രെയിൻ കണ്ടക്ടർ ഉണ്ട്, അദ്ദേഹത്തോട് ഇദ്ദേഹം അവിടെ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഷീറ്റിൽ യാത്രക്കാരുടെ ഷീറ്റുണ്ട്, അതിൽ എൻട്രി ഇടും, ശരിയിടും നവീൻ ബാബു ADM അയാൾക്ക് ശരിയാണ്, അത് പരിശോധിച്ചിട്ടുണ്ട്. കണ്ടക്ടറുടെ കയ്യിലുള്ള, അതായത് ട്രെയിൻ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ TT തന്നെ. അപ്പോൾ ട്രെയിൻ കണ്ടക്ടർ ഡിവിഷൻ ചാർട്ടുണ്ട്, യാത്രക്കാരുടെ ചാർട്ട്, ആ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ? അത് അയാൾ അവിടെ നിന്ന് കയറിയതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ? പിന്നെ കയറിയിട്ട് അയാൾ കോഴിക്കോട് ഇറങ്ങി കോഴിക്കോട് തിരിച്ചു പോകുന്നൊക്കെ പറയുന്നത് അതൊരു പ്രചരണം ഇങ്ങനെ അടിച്ചുവിട്ടതാണ്. അതായത് ഒരു തന്ത്രമാണ്. അതാണ് ഞാൻ അപ്പോൾ അത് പരിശോധിക്കാൻ നമ്മുടെ പോലീസിന് കഴിവില്ലായിട്ട നല്ല ഏബിൾ പോലീസ് ഓഫീസറാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷേ അത് നേരായ മാർഗത്തിലൂടെ അവർ ഉപയോഗിക്കില്ല. എന്നാൽ തെറ്റായ മാർഗത്തിലൂടെ അവർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. നിരപരാധികളെ കള്ളക്കേസ് കൊടുക്കാൻ ഇത്ര സാമർഥ്യം കേരള പോലീസിനെ പോലെ വേറെ ആയിരിക്കില്ല ഞാൻ പറയും. അതുകൊണ്ട് പോലീസിനെ കുറ്റപ്പെടുത്തേണ്ട, പോലീസിൻ്റെ കഴിവിലുണ്ട്. പക്ഷേ പോലീസിൻ്റെ കഴിവ് അത് നിർവീര്യമാക്കുന്നതാണ്. അങ്ങനെ മതി, അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഒരു ആത്മഹത്യയാണ്, കൊലപാതകമാണ് സംശയമുള്ളപ്പോൾ ധൃതി പിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മലയാളപ്പുഴ വീട്ടിലേക്ക് പോയി അത് ഭസ്മമാക്കാൻ ആർക്കാണ് ഇത്ര ധൃതി? ഈ മഹദി അവിടെ ഈ കണ്ണൂരിൽ നിന്ന് ഡെഡ് ബോഡി കണ്ടതിന് ശേഷം അവർ മലയാളപ്പുഴയ്ക്ക് ഓടിപ്പോയി. എനിക്കത് അത്ഭുതമാണ്, ഇതെങ്ങനെ അവിടെ ഇത്ര പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നത്. എന്നിട്ട് അവിടെ പോയി പറഞ്ഞില്ലേ, നവീൻ ബാബുവിൻ്റെ അനുജനോട് പറഞ്ഞില്ലേ? വീണാമണി നവീൻ ബാബുവിൻ്റെ അനുജനെ കണ്ടിട്ട് പറഞ്ഞു, ഇത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് കാവട്ടിയാണ്, നിങ്ങളിത് പോസ്റ്റ്മോർട്ടം നടത്തണം, പോസ്റ്റ്മോർട്ടം നടത്തണം, പോസ്റ്റ്മോർട്ടം നടത്താതെ ഇത് ദഹിപ്പിക്കാൻ പാടില്ല എന്ന് വീണാമണി പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ അനുജനോട്? അദ്ദേഹത്തിന് അനുജനോട് പറഞ്ഞു. അനുജൻ വക്കീലല്ലേ? അതെ. അപ്പോൾ പിന്നെ വക്കീലായതുകൊണ്ട് തീർച്ചയായിട്ടും വീണാമണി ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? അത് എന്തുകൊണ്ട് ഈ നവീൻ ബാബുവിൻ്റെ സഹോദരൻ അയാൾ ഇത് അഡ്വക്കറ്റ് കൂടിയാണ്, ആ കാര്യം എന്തുകൊണ്ട് അദ്ദേഹം മുഖവിലേക്ക് എടുത്തില്ല? മൃതാനന്ദമയി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് വീണാമണി പറഞ്ഞിരുന്നുവല്ലോ അവരോട്. എന്തുകൊണ്ട് ആ മനുഷ്യൻ ശ്രദ്ധിച്ചില്ല? എൻ്റെ ചോദ്യം.
പിന്നെ എന്താണ് ഇത്ര ധൃതി? അവിടെ പോയി ഇവിടെ നിന്ന് കുറേ ആളുകൾ പോയി അവരെ ആക്കി സംതൃപ്തിയോടുകൂടി മടങ്ങി വന്നാണ്. എന്നിട്ട് പറഞ്ഞു നമ്മൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം അവരുടെ ഭാര്യയുടെ കണ്ണുനീര്, അവരുടെ കുട്ടികളുടെ കണ്ണുനീര്, ആ കണ്ണുനീരിനോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞു. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ പരിഹാസമാകുന്നു. എനിക്ക് മലയാളപ്പുഴ എനിക്കറിയില്ല അദ്ദേഹത്തെക്കുറിച്ചൊന്ന്. മോഹൻ, ശ്രീമാൻ മലയാളപ്പുഴ മോഹനൻ, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ എനിക്കറിയില്ല. പക്ഷെ കേട്ട് ഇത് ഞാൻ വിലയിരുത്താം. അദ്ദേഹം പറയുന്നത് ഞാൻ കുടുംബത്തോടൊപ്പം, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അന്നായിരുന്ന ഉദയഭാനുവും പറയുന്നത്. പക്ഷെ അങ്ങനെയാണ് അതിന് ആത്മാർത്ഥി ഉണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് എന്താ? ശരിക്കും വീണാമണി പറഞ്ഞ കാര്യമാണ് ചെയ്യേണ്ടത്. വീണാമണി കണ്ണൂരിൽ നിന്ന് പോയി. ആ വീണാമണിയുടെ ആ ആത്മാർത്ഥത, അവരുടെ ത്യാഗം തന്നെ പറയണം. കാരണം കണ്ണൂരിൽ നിന്നാണ് ഓടി വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ത്രീക്ക് എന്തിൻ്റെ അസുഖമാണ്? അതിശയം ഓടി പോകുന്നു. അതെ, അതിശയം തോന്നിയിട്ടുണ്ട്. ഇല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അത് അംഗീകരിക്കേണ്ടതാണ്. ആ കുട്ടിയുടെ ധൈര്യം, ഈ സ്ത്രീയുടെ ധൈര്യം കുഴപ്പമായി. അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അനുഭവം ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ കേസ് തെളിയിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം ഭരണകൂടത്തിനുണ്ട്. ഇത് തെളിയരുത് എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ ഭരണകൂടത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് പോലീസ് പെരുമാറിയത്. അത് പോലീസിന് കഴിവില്ലാതുകൊണ്ടൊന്നല്ല. പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കേസിൻ്റെ മാതൃ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. ശ്രീമാൻ കൗസറുടെ പോയത്ത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചോദിച്ചു, ആത്മഹത്യയല്ല ചെയ്ത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു സംശയമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ല, പറയുന്നില്ല. നിങ്ങൾക്കുണ്ടോ? കൊലപാതകമാണെന്ന് തെളിയിക്കാൻ നിങ്ങളെന്ന് ആരാ പറയേണ്ടത്? അവരുടെ വക്കീൽ പറയണം. മഞ്ജുവിന്റെ വക്കീലിന്റെ പറയണ്ടേ? അത് പറഞ്ഞല്ലോ സാർ. ജോൺ റോഫ് പറഞ്ഞായിരുന്നു, അദ്ദേഹം പറഞ്ഞായിരുന്നു ഇത് ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്നുള്ളതിന്റെ തെളിവ് അദ്ദേഹം പറഞ്ഞ. വി പ്രഭാകരൻ പറയുന്നത് കൊലപാതകം ഞാൻ പറഞ്ഞാൽ മതിയാ? എനിക്ക് തെളിവ് ഉണ്ട്. കോടതിക്ക് ചോദ്യമുണ്ട്. കോടതിക്ക് തെളിവ് വേണം. ആ തെളിവുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യമുണ്ട്. നവീൻ ബാബു സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ, ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് 34 വർഷം സേവനം ചെയ്ത് വിരമിച്ചതാണ്. ഒരാൾ ഒരു ദിവസം പോകുമ്പം അയാൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നവീൻ ബാബുവിന് ആരാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ആ ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? നവീൻ ബാബുവിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? അയാൾ താക്കോലിൽ നിന്ന് തൊഴിൽ പിടിച്ചിട്ടാണ് അയാൾ പോയത്, വണ്ടി കയറാൻ പോയിന്. പിന്നെ ഇയാളെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഈ താക്കോല് എവിടുന്ന് കിട്ടി? ആര് കൊടുത്തു? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ പത്നി ശ്രീമതി മഞ്ജുഷയ്ക്ക് ഞാൻ ഒരു രജിസ്റ്റേർഡ് കത്തയച്ചു. സാർ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ താക്കോലിൻ്റെ കാര്യമാണ്. നവീൻ ബാബുവിൻ്റെ മിസ്സിന് ഞാൻ ഒരു കത്തയച്ചു. ബഹുമാനപ്പെട്ട അന്ന് തഹസിൽദാർ കോന്നി ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച കത്ത് തന്നെയാണ് അതിലുള്ളത്. ജില്ലാ പോലീസ് മേധാവിക്കും ഞാൻ അയച്ച കത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് അയച്ചത്. അവരത് കൈപ്പറ്റിയേ, എൻ്റെ അക്നോളജ്മെൻ്റ് കാർഡ് കിട്ടി. പക്ഷേ അവരെൻ്റെ ഫോണിൽ വിളിച്ചിട്ടില്ല, എനിക്കൊരു മറുപടി തന്നിട്ടില്ല. അതില്ല. ഇപ്പം ഞാൻ കണ്ണൂരിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഭർത്താവ് കണ്ണു മുമ്പിൽ കൊല ചെയ്യപ്പെട്ടാലും ആ ഭർത്താവിനെതിരെ തെളിവ് പറയുന്ന ധീര വനിതകൾ ഈ കണ്ണൂരിലുണ്ട്. ഉദാഹരണം ഞാൻ ഇപ്പോൾ പറയുന്ന നിരൂപണമെങ്കിൽ ഞാൻ ചിന്തത് ഇഷ്ടംപോലെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടത് കൺമുമ്പിലാണ്. എന്നിട്ടും ഭർത്താവിന് ഈ കൊലയാളിക്ക് സപ്പോർട്ടായിട്ട് തെളിവ് കൊടുത്ത എത്രയോ സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ. അത് കണ്ണൂർ ജില്ലയുടെ പ്രത്യേകതയാണ്. ഈ ജില്ലയുടെ പ്രത്യേകതയാണ്. ഈ ജില്ലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ നീതിയുടെയോ അടിസ്ഥാനത്തിൽ അല്ല. അത് ഏതാനും വ്യക്തികളുണ്ട്. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്, നിങ്ങളല്ല. പോലീസുകാരോടും പറയും ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഈ പോലീസിനെ ആണ് ആദ്യം നിർവീര്യമാക്കുകയും പാവങ്ങൾ അവർക്ക്, അതായത് ഇപ്പം
കരിക്കോട്ടഗിരി ഒരു സ്ഥലമുണ്ട്, വളരെ ഉള്ളോട്ടാണ്. നിനക്ക് അവിടത്തേക്ക് സൽമാനം കിട്ടും. അല്ല എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇല്ല, ഭാര്യ ടീച്ചറല്ലേ, അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ പഠിക്കുന്നില്ല, കോളേജ് പഠിക്കുന്നില്ലേ, SM കോളേജ് പഠിക്കുന്നില്ലേ. അപ്പം നിങ്ങൾക്ക് അവിടെ തിരുവനന്തപുരത്ത് അവിടെ നല്ല പോസ്റ്റുണ്ട്, നിങ്ങൾ അവിടത്തേക്ക് അയക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കഴിഞ്ഞില്ലേ, എല്ലാം കെട്ടിമുറുക്കിയിട്ട് പോണ്ടേ അദ്ദേഹത്തിന്. അപ്പോൾ വഴങ്ങി കൊടുക്കലാണ്, വഴങ്ങലാണ്.